നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് നാളെ തുടക്കമാവും. 85ഓളം വിദ്യാലയങ്ങളിൽ നിന്ന് 3300-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. മധുക്കോത്ത് പിക്കപ്പ് വാൻ കനാലിലേക്ക് മറിഞ്ഞു. അപകടത്തിൽപ്പെട്ടത് തളിപ്പറമ്പിൽ നിന്നും ഗ്യാസ് സിലിണ്ടറുകൾ കയറ്റി വന്ന വാൻ. ഡ്രൈവറും സഹായിയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകട കാരണം റോഡിന്റെ വീതി കുറവും വശങ്ങളിലെ കാടും. പലസ്തീൻ വംശഹത്യക്കെതിരെ ജനകീയ റാലിയുമായി മുസ്ലിം സംഘടനകളുടെ കോർഡിനേഷൻ ജില്ലാ കമ്മിറ്റി. വിളക്കുംതറ മൈതാനിയിൽ നിന്ന് ആരംഭിക്കുന്ന റാലിയിൽ 1,00,000 പേർ അണിനിരക്കും. ഇസ്രായേലിന്റെ യുദ്ധക്കൊതിയിൽ അറുതി വരുത്തണമെന്നും നേതാക്കൾ. വാർത്തകൾ വിശദമായി. മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം 9, 10 തീയതികളിൽ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 85ഓളം വിദ്യാലയങ്ങളിൽ നിന്നും 3300-ലധികം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. ആദ്യ ദിവസം സയൻസ് സോഷ്യൽ മേളയും രണ്ടാം ദിവസം മാത്സ് IT വർക്ക്സ് എക്സ്പീരിയൻസ് മേളയുമാണ് നടക്കുക. ഉദ്ഘാടന സമ്മേളനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. 10-ന് നടക്കുന്ന സമാപന സമ്മേളനം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K വേലായുധൻ നിർവഹിക്കും. സമ്മാന വിതരണം മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N അജിത്തും നിർവഹിക്കും. സ്കൂൾ പ്രിൻസിപ്പൽ KT റീന അധ്യക്ഷത വഹിക്കും. ശാസ്ത്രമേളയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സ്കൂൾ ഹെഡ് മാസ്റ്റർ KV മനോജ് മാസ്റ്റർ പറഞ്ഞു. മട്ടന്നൂർ ഉപജില്ല ശാസ്ത്രോത്സവത്തിന് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിയുകയാണ്. നാളെയും മറ്റന്നാളുമായി ഏതാണ്ട് 70ഓളം ക്ലാസ് മുറികൾ ഉപയോഗിച്ചുകൊണ്ട് സബ് ജില്ലയിലെ 85 സ്കൂളുകളിൽ നിന്ന് 3500-നോട് അടുത്ത് കുട്ടികൾ 2 ദിവസങ്ങളായി വിവിധ മേളകളിൽ ഇവിടെ മാറ്റിവെക്കുകയാണ്. ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളകളിലാണ് കുട്ടികൾ മാറ്റിവെക്കുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിക്കുള്ള എല്ലാ തയ്യാറെടുപ്പും ഏതാണ്ട് നമ്മുടെ സ്കൂളിൽ തയ്യാറെടുപ്പ് നടന്നു കഴിഞ്ഞു. ഫൈനൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്തുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഈ ശാസ്ത്രോത്സവം, ശാസ്ത്രമേള 2023-24 സബ് ജില്ലാ തലത്തിലുള്ള മത്സരം ഇവിടെ നടത്താൻ തയ്യാറാവുകയാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം 9-ാം തീയതി, അതായത് നാളെ, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബിനോയ് കുര്യൻ അവർ നിർവഹിക്കും. മുണ്ടേരിമൊട്ട ബസാറിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ 2 സ്ഥാപനങ്ങളിൽ നിന്നും ഒറ്റത്തവണ ഉപയോഗ വസ്തുക്കൾ പിടിച്ചെടുത്തു. അമാന സ്റ്റോഴ്സ്, ഫാത്തിമ സ്റ്റോർ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്ലാസ്റ്റിക് പിടികൂടിയത്. 2 സ്ഥാപനങ്ങൾക്കും 10,000 രൂപ വീതം പിഴ ചുമത്തി. ഗാർബേജ് ബാഗ്, പേപ്പർ കപ്പ്, പ്ലാസ്റ്റിക് വാഴയില, പ്ലാസ്റ്റിക് ക്യാരി ബാഗ്, പേപ്പർ കപ്പ്, തെർമോക്കോൾ പ്ലേറ്റുകൾ തുടങ്ങി 100 കിലോയിലധികം ഒറ്റത്തവണ ഉപയോഗ നിരോധിത വസ്തുക്കൾ ആണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടിച്ചെടുത്തത്. 2 സ്ഥാപനങ്ങൾക്കും 10,000 രൂപ വീതം പിഴ ചുമത്തി. തുടർ നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് മുണ്ടേരി ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി. പരിശോധനയിൽ സുധീഷ് EP, ടീം ലീഡറായ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിനൊപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ റിൻസിതയും പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച ബ്ലോക്ക് തല സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമായി കണ്ണൂർ കോർപ്പറേഷൻ നോർത്ത് ഡിവിഷൻ കലക്ടറേറ്റിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട് ഉദ്ഘാടനം ചെയ്തു. 2018 നൂറ്റാണ്ടിലെ വെള്ളപ്പൊക്കവും 2019 അതിന്റെ തനി ആവർത്തനവും, അത് കഴിഞ്ഞ് 2020 ആകുമ്പോഴേക്കും COVID-19 ഇതെല്ലാം വന്ന് ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് ഇതിന്റെ എല്ലാം പിടിയിലമർന്ന് നമ്മുടെ സംസ്ഥാനം വല്ലാത്ത ദുരിതമനുഭവിക്കുന്ന കാലത്ത് ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. സംസ്ഥാന ജീവനക്കാരും പെൻഷൻകാരും ഉൾപ്പെടെയുള്ള വിവിധ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴാണ് ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ദുരിതങ്ങൾ പ്രസിഡന്റ് MP സതീശൻ അധ്യക്ഷത വഹിച്ചു. K കൃഷ്ണൻ, PV കിരൺ, PV രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത മഴയിൽ പാറ വീണ് വീട് തകർന്നു. കുഞ്ഞിപ്പള്ളി TC മുക്കിന് സമീപം കൈലാസത്തിൽ റീത്ത സുനിലിന്റെ വീടിന് മുകളിലാണ് കൂറ്റൻ പാറക്കല്ല് വീണത്. രാവിലെ പെയ്ത ശക്തമായ മഴയിലാണ് വീടിന്റെ പിന്നാമ്പുറത്തുള്ള കൂറ്റൻ കല്ലുകൾ ഇളകി വീണത്. ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അധികൃതർ സംഭവ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. വിവരമറിഞ്ഞ് വില്ലേജ് ഓഫീസർമാരും കോർപ്പറേഷൻ കൗൺസിലർമാരും സ്ഥലം സന്ദർശിച്ചു. സംഭവം നടക്കുമ്പോൾ ഗൃഹനാഥൻ സുനിൽ വീട്ടിലുണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. 3 നില വീടിന് ബാക്കി പാറകളും ഭീഷണിയായി നിൽക്കുന്നുണ്ട്. ഇനിയൊരിടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് നാളെ തുടക്കമാവും. 85ഓളം വിദ്യാലയങ്ങളിൽ നിന്നും 3300-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. മധുക്കോത്ത് പിക്കപ്പ് വാൻ കനാലിലേക്ക് മറിഞ്ഞു. അപകടത്തിൽപ്പെട്ടത് തളിപ്പറമ്പിൽ നിന്നും ഗ്യാസ് സിലിണ്ടറുകൾ കയറ്റി വന്ന വാൻ. ഡ്രൈവറും സഹായിയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകട കാരണം റോഡിന്റെ വീതി കുറവും വശങ്ങളിലെ കാടും. പലസ്തീൻ വംശഹത്യക്കെതിരെ ജനകീയ റാലിയുമായി മുസ്ലിം സംഘടനകളുടെ കോർഡിനേഷൻ ജില്ലാ കമ്മിറ്റി. വിളക്കുംതറ മൈതാനിയിൽ നിന്ന് ആരംഭിക്കുന്ന റാലിയിൽ 1,00,000 പേർ അണിനിരക്കും. ഇസ്രായേലിന്റെ യുദ്ധക്കൊതിയിൽ അറുതി വരുത്തണമെന്നും നേതാക്കൾ. സ്വർണം ഇന്നൊരു ആഭരണമായിരിക്കാം, പക്ഷേ നാളെ അതൊരു സമ്പത്താണ്. വർത്തമാനത്തിന് ആത്മവിശ്വാസം നൽകുന്ന, ഭാവിക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സമ്പത്ത്. ഇത് കണ്ണൂരിന്റെ സമ്പാദ്യ സ്വപ്നങ്ങൾക്ക് സ്വർണം ചാർത്തുന്ന ആരാധനാ ജ്വല്ലറി. 2019 ഉപ്പുമുളകും താരങ്ങൾ കണ്ണൂരിന് സമർപ്പിച്ച ആരാധനാ ജ്വല്ലറി ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, വാച്ചസ് ഇങ്ങനെ 4 കാറ്റഗറികളിലായി കണ്ണൂരിനെ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ടേയിരിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധനാ ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ, AVK നായർ റോഡ്, തലശ്ശേരി, MO റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന പിക്കപ്പ് വാൻ മധുക്കോത്ത് കനാലിലേക്ക് മറിഞ്ഞു. ഡ്രൈവറും സഹായിയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മധുക്കോത്ത് നിന്നും മുണ്ടേരി വരെ പോകുന്ന കനാൽ റോഡിൽ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടം നടന്നത്. തളിപ്പറമ്പ് ഭാഗത്തു നിന്നും ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന മലബാർ ഗ്യാസ് ഏജൻസിയുടെ പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. കനാൽ റോഡിന് വീതിയില്ലാത്തതാണ് അപകട കാരണമെന്ന് കരുതുന്നു. ഇരുവശത്തും കാട് മൂടിയത് കാരണം റോഡിന്റെ വീതി മനസ്സിലായില്ലെന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നും ഡ്രൈവർ കക്കാട് സ്വദേശി KK റിജിലും സഹായി തളിപ്പറമ്പ് മുയ്യം സ്വദേശി K റിജീഷും പറഞ്ഞു. റോഡില്ല, ഇങ്ങനെ സംഭവം ആയത് ഭയങ്കര ഭാഗ്യമാണ്. കാരണം നോക്കട്ടെ, നിങ്ങളെ അവസ്ഥ കണ്ടിട്ടില്ലേ,
ഈ റോഡ് രാത്രിയിലാണെങ്കിലും ചെയ്യാമെന്ന് ചിന്തിക്കും. കനാൽ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് വീതിയില്ലാത്തത് കാരണം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ലഭിക്കാത്തതാണ് കനാൽ റോഡിന് വീതിയില്ലാത്തതെന്ന് പ്രദേശവാസി പറഞ്ഞു. ഇത് രാത്രി നടന്നിട്ടുണ്ട്. ആ സൈഡ് വലിയ അപകടമാണ്. പക്ഷേ ഇവർ ഒരടി സ്ഥലം തന്നാൽ ഇതിന് വേറെ വഴിയൊന്നുമില്ല. കനാലിൻ്റെ സ്ഥലമാണ്. ഇതിൻ്റെ വേറെ ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല. ഇതിൻ്റെ ഉടമ തരണം. ഈ റോഡ് ഇതിനെ ഒരു ഭാഗത്തേക്ക് റോഡില്ലാതിൻ്റെ പേരിൽ കുറേ വർഷം ഇങ്ങനെ കാത്തിരുന്നിട്ടാണ് ഒരു ഗവൺമെൻറ് സ്ഥലമായത്. ഇവരോട് സ്ഥലത്തിന് ചോദിച്ചിട്ട് ഒരടി സ്ഥലം അന്നേരം തരുമതി ഒരു കിട്ടിയില്ല. പക്ഷേ നമ്മൾ പരമാവധി എടുത്തിട്ടാക്കിയ റോഡാണ്. എത്രയോ ജനങ്ങൾക്ക് ഉപകാരം. ഇവിടുന്ന് മുണ്ടേരിയേക്ക് പോകുന്നൊരു റോഡായിരുന്നു. പക്ഷേ ആരും സ്ഥലം അനുവദിക്കാത്തതിൻ്റെ പേരിലാണ് ഈ സ്ഥിതി ഇങ്ങനെ ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരു അപകടം ആർക്കും ഇതുവരെ ജീവഹാനി സംഭവിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് റോഡിന് വീതി കൂട്ടുകയും റോഡിന് ഇരുവശത്തുമുള്ള കാടുകൾ വെട്ടിത്തെളിയിച്ച് അരികെ വൃത്തിയാക്കിയില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ തുടർക്കഥയാകുമെന്നും കാര്യത്തിൽ സംശയമില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. നിർധനർക്കായി സമൂഹ വിവാഹം സംഘടിപ്പിക്കുമെന്ന് ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ. 25 പെൺകുട്ടികൾക്കാണ് ലയൺസ് ഇന്റർനാഷണൽ സമൂഹ വിവാഹം നടത്തിക്കൊടുക്കുന്നത്. കുടുംബങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചതും പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ളവരുമായ പെൺകുട്ടികൾക്കാണ് ജാതി മതഭേദമില്ലാതെ സമൂഹ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഡിസംബർ 3-ാം തീയതി കാലിക്കറ്റിൽ വെച്ചിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി മാരേജ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അനാഥ കുട്ടികൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ കല്യാണത്തിന് തീരുമാനിച്ച് വെച്ചിട്ട് അത് നടത്താൻ കഴിവില്ലാത്ത ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ തീരുമാനിച്ച് വെച്ച വിവാഹമാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. അല്ലാതെ നമ്മൾ അവരെ കണ്ടുപിടിച്ച് കൊടുക്കുന്ന സംഗതിയില്ല. അതേപോലെ തന്നെ 7 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലയൺസ് ക്ലബ്ബ് ഇൻ്റർനാഷണലിൻ്റെ ആഭിമുഖ്യത്തിൽ സമൂഹ വിവാഹങ്ങൾ. 55ഓളം കുട്ടികളുടെ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. കോവിഡ് ടൈമിലാണ് 2-3 കൊല്ലത്തിന് നമ്മൾ മാറ്റി നിർത്തേണ്ടി വന്നത്. അപ്പോൾ നിയമപരമായിട്ട് പ്രായപൂർത്തിയായ കുടുംബത്തിലെ കുട്ടികളെ അവർ തീരുമാനിച്ച അനുസരിച്ച് നമ്മളെ സമീപിച്ചാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. 25 കുട്ടികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത്ര ഉണ്ടാവും എന്നുള്ളതിൽ ഇപ്പോൾ വിവാഹത്തിന് ഭയങ്കര പെൺകുട്ടികൾക്ക് സമ്മതമല്ല എന്നാണ് ഇപ്പോൾ. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. ആൺകുട്ടികൾക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ പെൺകുട്ടികളെ കിട്ടാനില്ല എന്നാണ്. പിന്നെ ഓരോ വധുവിനും നമ്മൾ 2 പവൻ്റെ നെക്ലസും താലിച്ചങ്ങലി താലിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ വിവാഹത്തിന് അവർക്ക് ധരിക്കേണ്ട സാരി, വരന് ഉപയോഗിക്കേണ്ട ഡ്രസ്സുകൾ, അതേപോലെ തന്നെ മാല, ബൊക്കെ, സ്റ്റേജ് ഡെക്കറേഷൻ, സദ്യ, പിന്നെ ഈ കുട്ടികൾക്കൊക്കെ ഓരോ ആൽബം, അതേപോലെ മേക്കപ്പിനുള്ള എല്ലാം ഞങ്ങൾ ഏർപ്പാടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഡിസംബർ 3-ന് ഞായറാഴ്ച കോഴിക്കോട് കാരപ്പറമ്പിലെ ആശീർവാദ് ലോൺസിലാണ് സമൂഹ വിവാഹം നടത്തുന്നത്. അതാത് പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സമിതിയുടെ സാക്ഷ്യപത്രത്തോടെ വേണം അപേക്ഷിക്കാൻ. ഓരോ വധുവിനും 2 പവൻ സ്വർണവും വിവാഹ വസ്ത്രങ്ങളും ലയൺസ് ക്ലബ്ബ് നൽകും. വാർത്താസമ്മേളനത്തിൽ ലയൺസ് ജില്ലാ ഗവർണർ TK രജീഷ്, വത്സല, ഗോപിനാഥ്, V വിനോദ് കുമാർ, പ്രകാശൻ കാണി സെൽവരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ബാലശാസ്ത്ര കോൺഗ്രസിൽ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി എടയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം തരം വിദ്യാർത്ഥികളായ ശ്രീനന്ദ് P വിനോദും PP വൈകിയും സോളാർ വാട്ടർ ഹീറ്റർ ഉപയോഗിച്ചുകൊണ്ട് പാചകവാതകത്തിന്റെ ഉപയോഗം കുറയ്ക്കാനുള്ള സംവിധാനമൊരുക്കുന്ന പ്രൊജക്റ്റുമായാണ് ഇവർ ബാലശാസ്ത്ര കോൺഗ്രസിൽ സംസ്ഥാനതലത്തിൽ ജൂനിയർ വിഭാഗത്തിൽ മത്സരിക്കുന്നത്. സ്കൂളിൽ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്നതിന് പാചകവാതകം എങ്ങനെ കുറക്കാൻ സാധിക്കുമെന്ന അന്വേഷണത്തിലൂടെയാണ് കുട്ടികൾ ഇത്തരത്തിലൊരു കണ്ടെത്തൽ നടത്തിയതെന്ന് ഹെഡ്മാസ്റ്റർ A മനോജ് പറഞ്ഞു. നമ്മുടെ സ്കൂളിൽ ഒരു അധ്യയന വർഷം ഉച്ചഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ഏകദേശം 35ഓളം സിലിണ്ടർ ചിലവാകുന്നുണ്ട്. അപ്പോൾ അത് സ്കൂളിനെ സംബന്ധിച്ചോളം വലിയ ഒരു ചിലവാണ്. അപ്പോൾ ആ ചിലവ് കുറക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ സാധിക്കുമെന്ന് കുട്ടികൾ അന്വേഷിച്ചപ്പോൾ ഇത്രയും ഭക്ഷണം പാചകം ചെയ്യാൻ ആവശ്യമായ വെള്ളം സോളാർ എനർജി കൊണ്ട് ചൂട് പിടിക്കുന്നത് അവർ കണ്ടെത്തിയത് 70 ഡിഗ്രിയോളം വരുന്നുണ്ട്. ബാക്കി ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് 30 ഡിഗ്രിയോളമാണ് വേണ്ടത്. അപ്പോൾ അതിന് മാത്രമേ ബാക്കിയുള്ള ഗ്യാസ് ഉപയോഗിക്കേണ്ടത് ആവശ്യമുള്ളൂ. അപ്പോൾ ലോങ് ടേം ആകുമ്പോഴേക്കും സ്കൂളിന് വലിയൊരു ഗ്യാസ് കൺസംഷൻ അല്ല ഗ്യാസിൻ്റെ ചിലവ് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും എന്നതാണ് നമ്മുടെ കുട്ടികൾ കണ്ടെത്തിയൊരു പ്രോജക്റ്റ്. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളെ ജില്ലാതലത്തിലേക്ക് സെലക്ട് ചെയ്ത് മിനിഞ്ഞാന്ന് സ്റ്റേറ്റ് തലത്തിലേക്കുള്ള
അവതരണത്തിൽ സ്റ്റേറ്റ് തലത്തിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്റ്റേറ്റ് തലത്തിലും കൂടി സെലക്ഷൻ ആയാൽ നമ്മുടെ കുട്ടികൾ നാഷണൽ ലെവലിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും നല്ല പ്രോത്സാഹനവും കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ബയോളജി അധ്യാപിക EV ദീപ്തിയും പറഞ്ഞു. ഏഴിലുള്ള ശ്രീനന്ദ് പി വിനോദും വൈകിയും പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നല്ല ഉത്സാഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് വന്ന് സ്കൂൾ തലത്തിൽ തന്നെ അവതരിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന 2 കുട്ടികളായിരുന്നു. ഇവരുടെ എല്ലാവിധ സപ്പോർട്ടും ഈ പ്രൊജക്റ്റിന് ഇവരുടെ പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റ് വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഈ പ്രൊജക്റ്റ് കാരണം അതായത് എങ്ങനെയൊക്കെ സൂര്യൻ്റെ പ്രകാശം ഉപയോഗിച്ച് താപനിലയിൽ ക്രമീകരിക്കുന്നതും സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട് തിളനില കൂട്ടിയ ജലത്തിൽ നിന്നും എങ്ങനെ പാചകം ചെയ്ത് ഇന്ധന ലാഭം ലഭിക്കാം എന്നതാണ് ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് ഇവർ ഉദ്ദേശിച്ചത്. ഇത് വളരെ സഹായകമായ ഒരു പ്രൊജക്റ്റാണ്. നമ്മുടെ സമൂഹത്തിലേക്ക് ഇത് വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നാണ് എൻ്റെ അറിവ്. മട്ടന്നൂരിലെ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനോദ് കുമാറിന്റെയും അധ്യാപികയായ ഐശ്വര്യയുടെയും മകനാണ് ശ്രീനന്ദ് പി വിനോദ്. കുമ്മാനത്തെ CP ഷിജിത്തിന്റെയും TP രതിയുടെയും മകളാണ് വൈഗ. നമ്മൾ സ്കൂളിൽ ബൾക്കായി കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ കൂടുതൽ ഇന്ധനം ഉപയോഗിക്കുന്നില്ല. ആ സമയം നമ്മൾ ഈ സോളാർ വാട്ടർ ഹീറ്റർ ഉപയോഗിച്ചാൽ നമുക്ക് ഇന്ധന ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ, അതുവഴി കാർബൺ എമിഷനിൽ പാചകച്ചെലവ് കുറക്കാൻ പറ്റുമോ എന്നതാണ് നമ്മുടെ വിഷയം. ഇതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സാധാരണ വെള്ളം എടുത്തു. സാധാരണ നമ്മൾ കുക്ക് ചെയ്യുന്ന പോലെ 30 ഡിഗ്രി സെൽഷ്യസ് ആവറേജ് വെള്ളം നമ്മൾ രാവിലെ എടുക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ആ 30 ഡിഗ്രിയിൽ നിന്ന് 100 ഡിഗ്രി എത്തിയാലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങുക. അത്ര ഇന്ധനം നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ സോളാർ വാട്ടർ ഹീറ്റർ ഉപയോഗിച്ച് നമുക്ക് ആവറേജ് 70 ഡിഗ്രി വരെ ചൂട് കിട്ടുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഈ സാധാരണ പോലെ കുക്ക് ചെയ്യുന്നതിന് പകരം സോളാർ വാട്ടർ ഹീറ്ററിൽ നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ച് 70 ഡിഗ്രി ആയതിനു ശേഷം അത് നമ്മൾ കുക്കിങ്ങിന് എടുക്കും. പിന്നെ ആ 70 ഡിഗ്രിയിൽ നിന്ന് 100 ഡിഗ്രി ആവാനുള്ള ഇന്ധനം മാത്രമേ നമുക്ക് ഇതിനെ ഉപയോഗം വരുന്നുള്ളൂ. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് 1/3 ഭാഗം ഇന്ധനം ചിലവ് നമുക്ക് കുറക്കാൻ. കൂടുതൽ സ്കൂളുകളിൽ LPG ആണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് രക്ഷിതാക്കളുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പ്രൊജക്റ്റ് സഹായിക്കാൻ പറ്റിയ ദീപ്തി ടീച്ചർ, ഐശ്വര്യ ടീച്ചർ, വിനോദ് സാറ് അവരെല്ലാവർക്കും നന്ദി. അതേപോലെ നാഷണൽ ലെവലിലേക്ക് എത്തിക്കാൻ എല്ലാവരുടെ അനുഗ്രഹം വേണം. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മുസ്ലിം കോർഡിനേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലസ്തീൻ വംശഹത്യക്കെതിരെ വെള്ളിയാഴ്ച കണ്ണൂരിൽ ജനകീയ റാലിയും പൊതുസമ്മേളനവും നടത്തുന്നു. റാലിയിലും പൊതുസമ്മേളനത്തിലും 1,00,000 ലക്ഷം പേർ അണിനിരക്കും. വിളക്കുംതറ മൈതാനിയിൽ നിന്നും ആരംഭിക്കുന്ന റാലി ടൗൺ സ്ക്വയറിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യുമെന്നും മുസ്ലിം കോർഡിനേഷൻ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1 മാസം പിന്നിട്ട പലസ്തീൻ വംശഹത്യ യുദ്ധവെറിയുടെ എല്ലാ സീമകളും കടന്നെന്നിരിക്കെ ജനാധിപത്യ സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ട സമയമാണിത്. ലോകമനസാക്ഷിയുടെ നൊമ്പരമാണ് ഇന്ന് പലസ്തീൻ. UN അംഗീകാരത്തോടെയുള്ള സ്വതന്ത്ര രാഷ്ട്രപദവി ഇനിയും യാഥാർത്ഥ്യമാവാതെ ജന്മനാടിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം പതിറ്റാണ്ടുകളായി തുടരുന്ന കാര്യമാണെന്നും മുസ്ലിം കോർഡിനേഷൻ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് പലസ്തീൻ മക്കൾ കൊല്ലപ്പെടുകയും 100-ലധികം തവണ മസ്ജിദുൽ അക്സയ്ക്ക് നേരെ ഇസ്രയേൽ സേന അക്രമം അഴിച്ചുവിട്ടുവെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കുക എന്നതാണ് പരിഹാരമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയും യുദ്ധം നിർത്തണമെന്ന് UN പറഞ്ഞിട്ടും ഇസ്രയേൽ യുദ്ധക്കൊതിയിൽ നിന്നും മാറുന്നില്ല. ഈ നിലപാടിനെതിരെ ഒന്നിച്ചു പ്രതികരിച്ച് പൊതുബോധം മനസ്സിനു വേണ്ടി ഉണർത്തേണ്ടിയിരിക്കുന്നുവെന്നും ഈ സാഹചര്യത്തിലാണ് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും നടത്തുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. പലസ്തീനിലെ പൊരുതുന്ന ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു മഹാ റാലി സംഘടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 1 മാസക്കാലത്തിലധികമായി ഗസയിലും പലസ്തീനിലും നിരായുധരായ നിസ്സഹായരായ ഒരു ജനതയെ അതിനിഷ്ഠൂരമായി കൊന്നൊടുക്കുകയാണ് ഇസ്രായേലി ഭരണകൂടം. നിരപരാധികളായിട്ടുള്ള ആ ജനങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടിട്ടുള്ള 10,000-ലധികം വരുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം കുട്ടികളാണ്, അതുപോലെ തന്നെ സ്ത്രീകളാണ്. ലോകത്ത് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും ജനീവ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ
സ്ത്രീകൾക്കും കുട്ടികൾക്കും യുദ്ധങ്ങളിൽ പോലും ലഭിക്കേണ്ടുന്ന പരിഗണനകളും പ്രിവിലേജുകളും പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെയുള്ള ലോകത്തെ ഉന്നത വ്യക്തിത്വങ്ങളുടെ അഭ്യർത്ഥനകളെ പോലും മാനിക്കാതെ കഴിഞ്ഞ ഒരു മാസമായി അതിനിഷ്ഠൂരമായിട്ടുള്ള ബോംബാക്രമണങ്ങൾ അതുപോലെ തന്നെ മറ്റ് ആക്രമണങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. റാലിയിലും പൊതുസമ്മേളനത്തിലും 1,00,000 ലക്ഷം പേർ അണിനിരക്കും. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കണ്ണൂരിലെ രംഗവേദിയായ വിളക്കുംതറ മൈതാനിക്ക് സമീപം നിന്നും വൈകിട്ട് 4 മണിക്ക് റാലി ആരംഭിക്കും. കലക്ട്രേറ്റ് ടൗൺ സ്ക്വയറിൽ വൈകിട്ട് 6:30 പൊതുസമ്മേളനം ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പിയും ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ മുഖ്യാതിഥിയായിരിക്കും. പി ഉമർ മുസലിയാർ അധ്യക്ഷത വഹിക്കും. അബ്ദുറഹ്മാൻ കല്ലായി, അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി, ഡോക്ടർ ഹുസൈൻ മടവൂർ, ഡോക്ടർ ആർ യൂസഫ്, റഫീഖ് അണിയാരം, അബ്ദുൾ ലത്തീഫ് കരുമ്പുലാക്കൽ, ഷിഹാബ് എടക്കര, ഡോക്ടർ എ ബഷീർ, ബി.ടി. കുഞ്ഞു തുടങ്ങിയവർ സംസാരിക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, സമസ്ത കേരള ജമിയത്തുൽ ഉലുമ, കേരള നദ്തുൽ മുജാഹിദീൻ, ജമാഅത്തെ ഇസ്ലാമി ഹിദ്, കേരള മുസ്ലിം ജമാഅത്ത്, KNM, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, MES, MSS എന്നീ സംഘടനകൾ അടങ്ങുന്നതാണ് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി. വാർത്താ സമ്മേളനത്തിൽ അബ്ദുറഹ്മാൻ കല്ലായി, അബ്ദുൽ കരീം ചേലേരി, KT സഹദുള്ള, PK മുഹമ്മദ് സാജിദ് നദവി, CH ഇസ്മായിൽ ഫറൂഖി, നിസാർ അതിരകം, T മുഹമ്മദ് നജീബ്, KV ഷംസുദ്ദീൻ, KP നൌഷാദ്, V മുനീർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എടക്കാട് ബ്ലോക്ക് തല സത്യാഗ്രഹ സമരം നടന്നു. ചക്കരക്കൽ സബ് ട്രഷറിക്ക് സമീപം നടന്ന പരിപാടി അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. അനുഭവിക്കുന്ന വിഷയങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ ആസ്ഥാനങ്ങളിലും മോക്കടിസ്ഥാനത്തിലും വളരെ വർഷക്കാലത്തെ സ്തുത്യർഹമായ സേവനങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി നൽകിയിട്ടുള്ള പെൻഷൻ പറ്റി തങ്ങളുടെ വിശിഷ്ട ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന പെൻഷൻകാരുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ക്ഷാമവത്തിയും അതുപോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള പ്രയാസങ്ങളാണ് നേരത്തെ സ്വാഗത പ്രസംഗത്തിന് സൂചിപ്പിച്ചിട്ടുള്ളത്. പെൻഷൻ പരിഷ്കരണ സമാശ്വാസ കുടിശ്ശിക ഒറ്റത്തവണയായി അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, മെഡിസെപ് ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എടക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് തല സത്യാഗ്രഹ സമരം നടത്തിയത്. KSSPU ജില്ലാ കമ്മിറ്റി അംഗം MV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എടക്കാട് ബ്ലോക്ക് സെക്രട്ടറി K ബാലൻ, ജില്ലാ കമ്മിറ്റി അംഗം MV രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മല്ലു ട്രാവലർ എന്ന സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന വ്ളോഗർ ഷാക്കിർ സുബ്ഹാനെതിരെ പോക്സോ കേസും. ഷാക്കിർ സുബ്ഹാന്റെ ആദ്യ ഭാര്യയാണ് ധർമ്മടം പോലീസിന് പരാതി നൽകിയത്. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൈമാറിയതായി ധർമ്മടം പോലീസ് അറിയിച്ചു. ശൈശവ വിവാഹം, ഗാർഹിക പീഡനം തുടങ്ങിയ വെളിപ്പെടുത്തലുകളുമായി ഷാക്കിർ സുബ്ഹാന്റെ ആദ്യ ഭാര്യ രംഗത്തെത്തിയിരുന്നു. മുൻപ് ഒരു സൗദി വനിത നൽകിയ ലൈംഗികാതിക്രമ പരാതിയിലും ഷാക്കിറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ സമയത്ത് വിദേശത്തായിരുന്ന ഷാക്കിർ ഹൈക്കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചതോടെ നാട്ടിൽ തിരിച്ചെത്തിയിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്യലിനായി പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയും ചെയ്തു. വിദേശത്തുള്ള ഷാക്കിർ കേരളത്തിൽ മടങ്ങിയെത്തുന്നുവെന്ന് അഭിഭാഷകർ അറിയിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 13 എറണാകുളത്തെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് സൗദി വനിത പരാതിയിൽ പറഞ്ഞിരുന്നത്. എറണാകുളം സെൻട്രൽ പോലീസാണ് പരാതി നൽകിയത്. അഭിമുഖത്തിനെന്ന പേരിൽ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. അഭിമുഖത്തിനായി ഹോട്ടലിലെത്തിയപ്പോഴാണ് അപമര്യാദയായി പെരുമാറിയതെന്നും പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നും പരാതിയിൽ പറയുന്നു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5610, പവന് 44,880 രൂപ, വെള്ളി 77 രൂപ. അറിയിപ്പ്.
പേരാവൂർ മണ്ഡലം നവകേരള സദസ്സ് വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ. നവകേരള സദസ്സിന്റെ ഭാഗമായി പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്കായി ചെസ്, പ്രസംഗ മത്സരം എന്നിവ സംഘടിപ്പിക്കുന്നു. നവംബർ 10 രാവിലെ 10 മണിക്ക് ഇരിട്ടി EMS സ്മാരക അപ്ലൈഡ് സയൻസ് കോളേജിലാണ് മത്സരങ്ങൾ നടക്കുക. ഓരോ മത്സര വിഭാഗത്തിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ പ്രതിനിധീകരിച്ച് 2 വീതം വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. പങ്കെടുക്കുന്നവർ സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം ഹാജരാക്കണം. നവകേരള സദസ്സ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് 11-ന്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിന്റെ ഭാഗമായി കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തുന്നു. നവംബർ 11 രാവിലെ 9 മണി മുതൽ കണ്ണൂർ തെക്കി ബസാർ മറാബി റെസ്റ്റോറന്റ് ഹാളിൽ നടക്കുന്ന പരിശോധനാ ക്യാമ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. താൽപര്യമുള്ളവർ രാവിലെ 9-ന് എത്തണമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗം 10-ന്. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗം നവംബർ 10 രാവിലെ 11 മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഹാളിൽ ചേരും. ജില്ലാ ആസൂത്രണ സമിതി യോഗം. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഭേദഗതി അംഗീകാരവുമായി ബന്ധപ്പെട്ട് ജില്ലാ ആസൂത്രണ സമിതി യോഗം നവംബർ 17 രാവിലെ 11 മണിക്ക് ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേരും. വനിതാ കമ്മീഷൻ അദാലത്ത് 15-ന്. വനിതാ കമ്മീഷൻ അദാലത്ത് നവംബർ 15 രാവിലെ 10 മണി മുതൽ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കും. തളിപ്പറമ്പിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് TED-C. തളിപ്പറമ്പ് മണ്ഡലത്തിൽ സുസ്ഥിര സാമ്പത്തിക വളർച്ചയും വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച TED-C തളിപ്പറമ്പ് സാമ്പത്തിക വികസന കൗൺസിൽ 2ാം ഘട്ടത്തിലേക്ക്. കേരള നോളജ് ഇക്കോണമി മിഷൻ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന തൊഴിൽ സംരംഭകത്വ വികസന പ്രൊജക്ടിന്റെ ഭാഗമായാണ് പദ്ധതി ആരംഭിച്ചത്. അഭ്യസ്ത വിദ്യർക്ക് 100% തൊഴിലും സംരംഭകരാകാൻ താൽപ്പര്യമുള്ളവർക്ക് കൃത്യമായ അവസരങ്ങളും നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും 2 നഗരസഭകളിലുമായി ആദ്യഘട്ട മീറ്റിംഗുകൾ നടന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും RPമാരെയും ഉൾപ്പെടുത്തി പഞ്ചായത്ത് നഗരസഭാ തല ശില്പശാലകളാണ് നടത്തിയത്. ഹോക്കി ജില്ലാതല സെലക്ഷൻ 9-ന്. നവംബർ 12, 13 തീയതികളിൽ കൊല്ലം ന്യൂ ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന സീനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി ജില്ലാതല സെലക്ഷൻ നവംബർ 9 വ്യാഴം രാവിലെ 11 മണിക്ക് പാതിരിയാട് KRHSS ഗ്രൗണ്ടിൽ നടക്കും. താൽപ്പര്യമുള്ളവർ രാവിലെ 10:30 സ്പോർട്സ് കിറ്റ് സഹിതം എത്തണം. ജില്ലാ ഹോമിയോ ആശുപത്രി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം 10-ന്. ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നവംബർ 10-ന് നടക്കും. രാവിലെ 10 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PPTV ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച് 28 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഫാർമസി, രജിസ്ട്രേഷൻ കൗണ്ടർ, കാഷ്വാലിറ്റി, കിടത്തി ചികിത്സാ വിഭാഗം, 23-24 സാമ്പത്തിക വർഷത്തെ പാലിയേറ്റീവ് പരിചരണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം, ജനറൽ OP വിഭാഗം സമ്പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം തുടങ്ങിയവയാണ് പരിപാടികൾ. ആയുർവേദ ദിനാചരണം, വിളംബര ഘോഷയാത്ര. ഭാരതീയ ചികിത്സാ വകുപ്പ്, ആയുർവേദ വിദ്യാഭ്യാസ വകുപ്പ്, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നവംബർ 10 ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടത്തുന്നു. വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് കോഴ്സ്. കെൽട്രോണിന്റെ 3 മാസത്തെ വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ തസ്തികകളിലേക്ക് ജൂൺ 26 PSC നടത്തിയ ഓൺലൈൻ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിച്ചതായി ജില്ലാ PSC ഓഫീസർ അറിയിച്ചു. കാലാവസ്ഥ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല. അതേസമയം അറബിക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് നാളെ തുടക്കമാവും. 85ഓളം വിദ്യാലയങ്ങളിൽ നിന്ന് 3300-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. മധുക്കോത്ത് പിക്കപ്പ് വാൻ കനാലിലേക്ക് മറിഞ്ഞു. അപകടത്തിൽപ്പെട്ടത് തളിപ്പറമ്പിൽ നിന്നും ഗ്യാസ് സിലിണ്ടറുകൾ കയറ്റി വന്ന വാൻ. ഡ്രൈവറും സഹായിയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകട കാരണം റോഡിന്റെ വീതി കുറവും വശങ്ങളിലെ കാടും. പലസ്തീൻ വംശഹത്യക്കെതിരെ ജനകീയ റാലിയുമായി മുസ്ലിം സംഘടനകളുടെ കോർഡിനേഷൻ ജില്ലാ കമ്മിറ്റി. വിളക്കുംതറ മൈതാനിയിൽ നിന്ന് ആരംഭിക്കുന്ന റാലിയിൽ 1,00,000 പേർ അണിനിരക്കും. ഇസ്രായേലിന്റെ യുദ്ധക്കൊതിയിൽ അറുതി വരുത്തണമെന്നും നേതാക്കൾ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.